നമസ്തേ, ജനം സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ദുരന്തങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിലേക്ക് ദിക്കറിയാതെ നീന്തുന്ന മലയാളി പ്രജകൾക്ക് ഇനി ആശ്വാസത്തിന്റെ ഒരു കണിക പോലും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന ക്രൂരമായ സത്യത്തിന്റെ പ്രത്യക്ഷ സാക്ഷ്യമായിരുന്നു ഇത്തവണത്തെ കേരള ബജറ്റ്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, അങ്ങേക്ക് 2023-24 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധന അഭ്യർത്ഥനയുടെ അന്തിമ സ്റ്റേറ്റ്മെന്റ് മേശപ്പുറത്ത് വെക്കാവുന്നതും 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റും വോട്ട് ഓൺ അക്കൗണ്ടും അവതരിപ്പിക്കാവുന്നതുമാണ്. ബജറ്റിലേക്കുള്ള ഉപധന്യാഭ്യർത്ഥനകളുടെ അന്തിമ സ്റ്റേറ്റ്മെന്റ് ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. അങ്ങയുടെ അനുവാദത്തോടുകൂടി 2024-25 ബജറ്റ് ഞാൻ അവതരിപ്പിക്കുകയാണ്, പ്രസംഗം വായിക്കുകയാണ്. 4 to 14, 10 years, 46,303. That was the transfer to Kerala. Between 2014 and 24, and I'm here talking about figure ending 22nd December 2023, just 2 months ago. 46,303 for the 10 years between 2004 to 14. 2014 to 24, only up to December 2023, 1,50,140 crores. Kerala. The percentage change is 224% increase. കേന്ദ്ര സർക്കാരിന്റെ നിസ്സഹകരണം എന്ന വലിയ നുണയുടെ കച്ചിത്തുരുമ്പിൽ പിടിച്ചാണ് ഇത്തവണയും പിണറായി സർക്കാർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അനുദിനം മോശമായി വരുന്ന കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താനോ അരക്ഷിതരായ പൊതുജനങ്ങൾക്ക് ആശ്വാസം പകരാനോ ഒരു പദ്ധതിയും ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്നില്ല. ഈ ബജറ്റ് അവതരിപ്പിച്ചതോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിടുന്നതായിരിക്കും നല്ലത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ നിന്നും കമ്മ്യൂണിസം എന്ന പേര്, മാർക്സിസം എന്ന പേര് ഇന്നൊരു ദിവസം കൊണ്ട് അപ്രത്യക്ഷമായിരിക്കുക, ഇല്ലാതായിരിക്കുക. 1.5 പതിറ്റാണ്ടിന് മുമ്പ് MN വിജയൻ മാഷ് പാഠം മാസികയിലൂടെ അദ്ദേഹം നടത്തിയ പോരാട്ടമുണ്ടല്ലോ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീവ്ര വലതുപക്ഷ നയങ്ങൾക്കെതിരെ. ഇന്ന് എന്താണ് വിജയൻ മാഷ് അന്ന് പ്രവചിച്ചത്? ആ അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിയിരിക്കുക. നാണമുണ്ടോ? ഈ ധനകാര്യമന്ത്രി പറയുന്നത് എന്താ? 70കളിൽ ചൈനയിൽ നടപ്പാക്കിയ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഞങ്ങളോട് നടപ്പാക്കും എന്ന് അദ്ദേഹം പറയുന്നു. മാവോസെ തൂങ് 90കളിൽ പറഞ്ഞു. എന്താ? പൂച്ച സിദ്ധാന്തമുണ്ട്, ക്യാറ്റ് തിയറി ഉണ്ട്. എന്താ? വി ആർ നോട്ട് ബോദറിംഗ് അബൌട്ട് ദ കളർ ഓഫ് ദ ക്യാറ്റ്. പ്രത്യയശാസ്ത്രത്തിന്റെ നിറം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പ്രസക്തമല്ല. പൂച്ച എലിയെ പിടിക്കുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനം. ചൈന എവിടെ ചെന്ന് നമുക്കറിയാം. അവിടെ കമ്മ്യൂണിസം ഇല്ലാതായി, പാർട്ടി സർവാധിപത്യത്തിലേക്ക് ചൈന എത്തി. ഇനി ബംഗാളിന്റെ അവസ്ഥ നമുക്കറിയാം. ബംഗാളിന്റെ ഇതുപോലെ തന്നെയായിരുന്നു. ജ്യോതി ബാസു, അതിനുശേഷം ബുദ്ധദേവ് ഭട്ടാചാര്യ, ജ്യോതി ബാസുവിന്റെ മകൻ ചന്ദൻ ബാസു, അവരൊക്കെ കൂടി അവിടെ നടത്തിയ വലതുപക്ഷ തീവ്ര കോർപ്പറേറ്റ് നയങ്ങൾ. ഈ നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ 49,000 കോടി രൂപയാണ് നമ്മുടെ റവന്യൂ ചെലവ്. അതിൽ നിന്ന് കിട്ടുന്നത് എത്രയാണ്? അതിൽ നിന്ന് സമാഹരിക്കുന്നത് 795 കോടി രൂപ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 1.63%. 100 രൂപ ഈ മേഖലയിൽ ചെലവഴിക്കുമ്പോൾ 1 രൂപ 63 പൈസയാണ് കിട്ടുന്നത്. 1972-73 ഇത് 5.5%. അന്നത്തെ നിരക്ക് ഇന്ന് ഏർപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2,700 കോടി രൂപ സമാഹരിക്കാൻ കഴിയും. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇത് 4.41%. ഏറ്റവും കൂടുതൽ സമാഹരിക്കുന്നത് നമ്മുടെ ഹരിയാനയാണ്. അവിടെ 6.61%. അപ്പോൾ നമ്മുടെ മധ്യവർഗത്തെയും സമ്പന്നരെയും സ്പർശിക്കാതെ, അവരിൽ നിന്ന് വിഭവങ്ങൾ സമാഹരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കുകയില്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. പക്ഷേ ഒരു ഇലക്ഷൻ കാലത്ത് പ്രത്യേകിച്ചും നമ്മുടെ വിപ്ലവ പാർട്ടികൾക്കൊന്നും ഇക്കാര്യത്തിൽ താല്പര്യമില്ല. അതിന് പകരമായിട്ട് വിഭവ സമാഹരണമേ വേണ്ട എന്ന് വെക്കുകയാണ്. അവ്യക്തമായ പ്രഖ്യാപനങ്ങളും അപക്വമായ വാഗ്ധോരണികളും ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങളും കൊണ്ട് പുകമറ സൃഷ്ടിച്ച് എങ്ങനെയും പൊതു തെരഞ്ഞെടുപ്പ് മറികടക്കാനുള്ള തരം താഴ്ന്ന കളിയായി ബജറ്റ് അവതരണം മാറി. കേന്ദ്രവിരോധം എന്ന തുറുപ്പുചീട്ടുമായി എത്ര നാൾ ഇവർക്ക് പിടിച്ചു നിൽക്കാനാകും എന്ന ചോദ്യം സാധാരണക്കാർ വരെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. എല്ലാം കേന്ദ്രം കൊണ്ടുപോയി കടമെടുക്കാൻ കൂടുതൽ നമ്മുടെ പരിധി വർദ്ധിപ്പിച്ച് തരണം എന്നാണ് നമ്മുടെ ധനകാര്യ മന്ത്രിക്ക് പറയാനുള്ളത്. ഞാനൊന്ന് ചോദിക്കട്ടെ,
ഈ കടമെടുപ്പും വിഭവ സമാഹരണവും തമ്മിൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമുണ്ട്. കടമെടുക്കുന്നത് പലിശയടക്കം തിരികെ കൊടുക്കണം. നേരെ മറിച്ച് സമാഹരിക്കാമായിരുന്ന പൊതുവിഭവങ്ങൾ ഇന്ന് സമാഹരിക്കുന്നില്ലെങ്കിൽ നാളെ അത് കിട്ടുകയില്ല. കാരണം ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പരോക്ഷ നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുഴയിൽ വെള്ളം പൊങ്ങുമ്പോൾ മീൻ കിട്ടുന്നത് പോലെയാണ്. അന്നേരം അത് പിരിച്ചില്ലെങ്കിൽ അത് പോയി കഴിഞ്ഞു, അത് പിന്നെ നിങ്ങൾക്ക് പിരിക്കാൻ ഒക്കില്ല. അതാണ് ഈ പരോക്ഷ നികുതികളുടെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനപരമായ കാരണം വിഭവ സമാഹരണത്തിലുണ്ടായ പരാജയമാണ്. ആ പരാജയത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി നമുക്കിങ്ങനെ പോയാൽ ശരിയാകുകയില്ല. നമ്മളെ സംബന്ധിച്ച് പുതിയ സമീപനം സ്വീകരിക്കണം, കൂടുതൽ പൊതുവിഭവങ്ങൾ സമാഹരിക്കണം എന്ന ഒരു തുറന്ന സമീപനം, ഒരു സമ്മതമായിരുന്നു യഥാർത്ഥത്തിൽ ധനകാര്യമന്ത്രിയിൽ നിന്ന് ഈ ബജറ്റിൻ്റെ ഒരു ആമുഖമായി ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അതിന് പകരം അദ്ദേഹം പറയുന്നത് ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല, നമുക്കുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും ആളുള്ളൂ, അത് ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻഡ് ഒന്നും കിട്ടാതെയും അതുപോലെ തന്നെ GST കോമ്പൻസേഷൻ തരാതെയും അങ്ങനെയുള്ള കേന്ദ്രം ഞെരുക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു ബജറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നിലവിലുള്ള അവസ്ഥയെ അപഗ്രഥിച്ച് നമ്മളുടെ പോരായ്മകളും നമ്മളുടെ സാധ്യതകളും കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകലാണ്. പക്ഷെ ഇവിടെ നടന്നത് യഥാർത്ഥത്തിൽ ഒരു തരികിട കളി മാത്രമാണ്. നോക്കൂ, എന്താണ് നമ്മുടെ മൂലധനം കേരളത്തിന്റെ മൂലധനം എന്ന് പറയുന്നത് ഈ രണ്ട് മുന്നണികൾ വിട്ടുകാലം അത്രയും ഭരിച്ച് നമുക്ക് നേടിത്തന്ന കടമാണ്. നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് എന്താണ്? വായ്പയാണ്. നമ്മുടെ ചെലവെന്ന് പറയുന്നത് എന്താണ്? ധൂർത്താണ്. ഒറ്റ ആവശ്യമേ ഉള്ളൂ, ഞങ്ങൾക്ക് ധൂർത്തടിക്കാൻ കടം വാങ്ങാൻ അനുവദിക്കണം. ഇനി കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ബജറ്റിനകത്ത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം ലോകത്തിൽ ഒരു സംഭാവനയും ചെയ്യാൻ കഴിവുള്ളതല്ല. സ്വകാര്യ സ്വത്തിന്റെയും സ്വകാര്യ നിക്ഷേപത്തിന്റെയും നിരാസമാണ് കമ്മ്യൂണിസം. കത്തുന്ന സൂര്യന്റെ ഉപമയുമായി ഗോവിന്ദൻ മാഷ് മുന്നോട്ട് വന്നതുകൊണ്ടാണോ എന്നറിയില്ല, സൂര്യോദയ ബജറ്റ് എന്നാണ് ബാലഗോപാലൻ സഖാവ് സ്വന്തം ബജറ്റിനെ വിശേഷിപ്പിച്ചത്. ജീവൻ രക്ഷാ പ്രവർത്തനവുമായി പിണറായി സഖാവ് നേരിട്ടെത്തുമോ എന്ന ഭയവും ബാലഗോപാലൻ സഖാവിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. സർക്കാർ ബജറ്റ് സ്വന്തം പാർട്ടിയുടെ രാഷ്ട്രീയ കാപട്യത്തിന് വേദിയാകുന്ന അശ്ലീലവും സഖാക്കൾക്ക് കാണേണ്ടി വന്നു. വിദേശ മൂലധനത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതിൽ ഇപ്പോൾ പാർട്ടിക്ക് ഒരു ലജ്ജയും തോന്നുന്നില്ല. വിദേശ മൂലധനത്തിനെതിരെ പതിറ്റാണ്ടുകൾ സമരം ചെയ്ത സഖാക്കന്മാർക്ക് കിട്ടിയ ഇരുട്ടടി കൂടിയാവുകയാണ് ഈ ബജറ്റ്. ഈ ബഡ്ജറ്റ് ഡോക്യുമെന്റിൽ വളരെ വ്യക്തമായിട്ട് സബ്ജൂഡിസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 57,400 കോടി രൂപയാണ് ബഡ്ജറ്റ് ഡോക്യുമെന്റ് പ്രകാരം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറയുന്നു. എങ്ങനെയൊക്കെയാണ് ഈ 57,400 കോടി രൂപ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കിട്ടാതായത് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു എക്സ്പ്ലനേഷനും ആ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. GST കോമ്പൻസേഷൻ കിട്ടാത്തത് 2022 നിന്നതാണത്. അത് കാരണം 12,000 കോടി നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. അതായത് 22 തീർന്ന ഒരു കോമ്പൻസേഷനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിലുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്നത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അത് പ്രകാരം 8,400 കോടി രൂപ കിട്ടാനുണ്ട്. ലോവറിംഗ് ഓഫ് ഡെറ്റ്, ഈ കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ്റെയും കമ്പനികൾ ലോൺ എടുത്തത് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലാക്കി. ആ അക്കൗണ്ടിലാക്കിയതിൻ്റെ ഭാഗമായി 7,000 കോടി രൂപ കിട്ടാനുണ്ട്. അല്ലെങ്കിൽ കടം എടുക്കാൻ പറ്റിയില്ല, കിട്ടാനുണ്ടെന്നല്ല, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. 7,000 കോടി നമുക്ക് വീണ്ടും കടമെടുക്കാൻ പറഞ്ഞില്ല. ഞാനല്ലല്ലോ ഒക്കെ കിഫ്ബി അല്ലേ എടുത്തത്, അവരെടുത്തതിന് എന്നെ എന്തിനാ കുറയ്ക്കുന്നേ എന്നുള്ള രീതിയിൽ പറയുന്നത് 7,000 കോടി രൂപ. അത് കഴിഞ്ഞ് പബ്ലിക് അക്കൗണ്ട് നമ്മുടെ ട്രഷറിയിൽ നിന്നും മറ്റുമൊക്കെയുള്ള പണം എടുത്തത് 12,000 കോടി രൂപ. ഇതെല്ലാം കഴിഞ്ഞ് ബാക്കി 18,000 കോടി രൂപ ലോവറിംഗ് ഓഫ് ഡിവിസിബിൾ പൂൾ. ഈ ഡിവിസിബിൾ പൂൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ അല്ല ചെയ്യുന്നത്. കേരളത്തിലെ സർവീസ് മേഖലയിൽ ഇനി നഷ്ടപ്പെടാൻ എന്താ ബാക്കിയുള്ളത്? കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ ആകെ ലഭിക്കുന്നത് ശമ്പളം മാത്രമാണ്. ആ ശമ്പളം പോലും വരുന്ന ആളുകളിൽ ഇപ്പോൾ വളരെ നമ്മുടെ ധനമന്ത്രി ഒരുപാട് കണക്കുകൾ വെച്ചിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ വളരെ ആശങ്കയോടുകൂടി കാണുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. KSRTCയിലെ ജീവനക്കാർ അനുഭവിക്കുന്ന
ഒരു പൊതുമേഖലാ സ്ഥാപനമായ KSRTCയിലെ ജീവനക്കാർ ഇന്ന് അനുഭവിക്കുന്ന അതേ യാതനയും വേദനയും കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയിലേക്ക് കടന്നു വരുന്ന നാളുകളാണ് ഈ നമ്മുടെ മുന്നിൽ ഞങ്ങൾ കാണുന്നത്. ഇപ്പൊ ഞാൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് ഗവൺമെന്റ് ഇന്ന് മിണ്ടിയോ? ഇന്ന് മെഡിസപ്പിനെ കുറിച്ച് പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും നാണക്കേടുണ്ടാക്കുന്ന ഒരു പദ്ധതി ഒരു സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് മെഡിസപ്പാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ മേൽ അവരുടെ ശമ്പളത്തിൽ നിന്ന് 500 രൂപ വെച്ച് ജീവനക്കാരിൽ നിന്ന് നിർബന്ധപൂർവ്വം ഒരു ഓപ്ഷനുമില്ല, ഞങ്ങൾ 500 രൂപ വെച്ച് പിടിച്ചെടുക്കും. ആ പിടിച്ചെടുക്കുന്ന തുക 6000 രൂപ ഒരു ജീവനക്കാരിൽ നിന്ന് വാങ്ങുന്നു. ചിലപ്പോൾ ഒരു വീട്ടിനകത്ത് 1-2 പേര്, ഒരു കുടുംബത്തിലെ 2-3 പേരുണ്ടെങ്കിൽ ഈ 6000 രൂപ വെച്ച് അവരിൽ നിന്നെല്ലാം വാങ്ങും. വാങ്ങിയതിന് ശേഷം വെറും 3 ലക്ഷം രൂപയുടെ കവറേജാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ, കേരളത്തിലെ കൊള്ളാവുന്ന ആശുപത്രികൾ, തിരുവനന്തപുരത്തെ കൊള്ളാവുന്ന ആശുപത്രികൾ ഉൾപ്പെടെ ഈ സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ പലതും ഈ മെഡിസപ്പുമായി സഹകരിക്കുന്നില്ല. കേരളത്തിലെ സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്ന അതിനാഗ്രഹിക്കുന്ന NBSകാരുടെ അല്ലെങ്കിൽ ന്യൂ പെൻഷൻ സ്കീമിന്റെ ഭാഗമായി സർവീസിൽ വരുന്ന ആൾക്കാരെ ഇത്രത്തോളം തന്ത്രപരമായി പറ്റിച്ചിട്ടുള്ള ഒരു മുന്നണി കേരളത്തിന്റെ ചരിത്രത്തിലില്ല. 2016 അവർ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും, പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ ഭാഗമായിട്ട് അത് അച്ചടിച്ച് വെച്ച് വോട്ട് വാങ്ങി. 2021 സമയത്ത് ഇതേ കാര്യം ആവർത്തിച്ചു. പങ്കാളിത്ത പെൻഷന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അത് പരിശോധിച്ച് ജീവനക്കാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് 2021 നിയമസഭാ ഇലക്ഷനിൽ പ്രഖ്യാപിച്ചു. ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ വരികയാണ്. ഈ പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായിട്ട് വീണ്ടും ഈ ജീവനക്കാരൻ്റെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വോട്ട് തട്ടാനുള്ള വെറും തട്ടിപ്പ് ഒരു പ്രഖ്യാപനമാണ് ധനമന്ത്രി നടത്തിയത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തടക്കം വിദേശ നിക്ഷേപ സാധ്യതകൾ തുറന്നിടാനുള്ള മത്സരത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമ്പ്യൂട്ടർ നിരോധനം പോലെ, സ്വാശ്രയ കോളേജ് സമരം പോലെ വിദേശ മൂലധന നിക്ഷേപവും CPMന്റെ അവസരവാദ രാഷ്ട്രീയത്തിന്റെ മുഖമായി മാറുകയാണ്. ബാലഗോപാലൻ സർക്കാരിനെ എണ്ണതേപ്പിക്കുകയാണോ, സർക്കാർ ബാലഗോപാലനെ എണ്ണതേപ്പിക്കുകയാണോ എന്ന കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ സംശയമുള്ളൂ. ഇന്ന് വിദേശ സർവകലാശാലകൾക്ക് പരവതാനി വിരിക്കാൻ പോകുന്ന ഈ സർക്കാർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പല്ലേ SFIയുടെ നേതാക്കൾ TP ശ്രീനിവാസനെ കോവളത്ത് വെച്ചുകൊണ്ട് അവിടെ ഈ പറയുന്ന വിദേശ സർവകലാശാലകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗത്തില് വന്ന് അദ്ദേഹത്തെ അടിച്ച് താടിയിടുന്ന കേരളം കണ്ടു. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിനെതിരെ സമരം ചെയ്തവരാണ്. നമ്മൾ മനസ്സിലാക്കണം, CPM ഈ പ്രത്യയശാസ്ത്ര വ്യതിയാനം ഇതുവരെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്തിട്ടുണ്ടോ? പാർട്ടി പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തതാണോ? അതോ ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റിയിലോ സെൻട്രൽ കമ്മിറ്റിയിലോ എവിടെയെങ്കിലും ചർച്ച ചെയ്തതാണോ? ഇന്നിവിടെ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന തീവ്ര, കാരണം അത് ഇന്ന് പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതാണ് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ വർത്തമാനകാല അപജയം എന്നുകൂടി നമ്മൾ ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. ബജറ്റ് അവതരണത്തിനിടയിൽ ബാലഗോപാലൻ സഖാവ് ഒരു പ്ലാൻ ബിയുമായി രംഗപ്രവേശം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ നിലപാടിൽ അയവ് വരുമെന്ന് പ്രവചിക്കുന്ന വിദഗ്ധന്മാരുണ്ട്. കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. അതല്ല ധനവ്യവസ്ഥയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെങ്കിലോ, കേരളത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിലോ തീർച്ചയായും നമുക്ക് ഒരു പ്ലാൻ ബിയെ കുറിച്ച് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും. സാധാരണ യുദ്ധരംഗങ്ങളിൽ മാത്രമാണ് ഒരു പ്ലാൻ ബിയെ കുറിച്ച് പൊതുവെ ചിന്തിക്കുന്നത്. സഖാവ് ബജറ്റ് അവതരണം ഒരു യുദ്ധമായി തെറ്റിദ്ധരിച്ചോ എന്നും അറിയില്ല. പ്ലാൻ ബിയെ കുറിച്ച് പറയുമ്പോൾ വർത്തമാനകാല കേരളത്തോട് സാദൃശ്യമുള്ള കഥാഗതിയുമായി എത്തിയ ഒരു കൊറിയൻ TV സീരിയൽ ഓർമ്മ വരുന്നു. 2010 പുറത്തിറങ്ങിയ കൊറിയൻ ടെലിവിഷൻ പരമ്പരയായിരുന്നു പ്ലാൻ ബി. ദ സ്ലേവ് ഹണ്ടേഴ്സ് എന്ന ടെലിവിഷൻ പരമ്പരയുടെ വിജയത്തിന് പിന്നാലെ അതേ ടീം തന്നെയാണ് ഈ സീരിയലിന് പിന്നിലും പ്രവർത്തിച്ചത്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വളരുന്ന ചതിയുടെ കഥകളാണ് ഈ ടെലിവിഷൻ പരമ്പര പറഞ്ഞത്. ഇതിൽ ഒരു എപ്പിസോഡിലെ തീം സ്വർണ്ണക്കടത്താണ്. കൊറിയൻ യുദ്ധത്തിൽ സ്തുത്യർഹമായി പ്രവർത്തിച്ചതിന് പ്രതിഫലമായി കൊറിയൻ സർക്കാർ മെഡലുകൾ നൽകി ആദരിച്ച ഒരു സൈനികനാണ് ഈ എപ്പിസോഡിലെ മുഖ്യ കഥാപാത്രം. യുദ്ധാനന്തരം 4 സൈനികരെ വൻതോതിൽ സ്വർണ്ണക്കട്ടികൾ കൊണ്ടുവരാൻ കൊറിയൻ സർക്കാർ നിയോഗിക്കുന്നു. സ്വർണ്ണക്കട്ടിയുമായുള്ള തിരിച്ചുള്ള യാത്രയിൽ ഒരു വ്യാജ ഏറ്റുമുട്ടലിൽ മറ്റു 3 സൈനികരെ വധിച്ച് നായകൻ സ്വർണം കൈക്കലാക്കുന്നു. നഗരഹൃദയത്തിലെ ഒരു പൂന്തോട്ടത്തിൽ അയാൾ സ്വർണ്ണക്കട്ടികൾ കുഴിച്ചിട്ടു. അതിനു മുകളിൽ അടയാളമായി ഒരു ഈന്തപ്പന നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. കാലങ്ങൾ കുറെ കഴിഞ്ഞു. സൈനികന്റെ മകൻ വളർന്ന് ഒരു രാഷ്ട്രീയക്കാരനായി മാറി.
കൊറിയൻ പ്രസിഡന്റ് പദത്തിലേക്ക് വരെ മത്സരിക്കാനുള്ള നിലവാരത്തോളം അയാൾ വളർന്നു. ഇതിനിടെ പൂന്തോട്ടം കർശന സുരക്ഷാ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു. പൂന്തോട്ടത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന സ്വർണം എങ്ങനെ പുറത്തെടുക്കും എന്ന കാര്യത്തിൽ അച്ഛനും മകനും ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞില്ല. സ്വർണം പുറത്തെടുക്കുന്ന വിവരം ഏതെങ്കിലും രീതിയിൽ പുറത്തായാൽ തന്റെ മകന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാകും എന്ന ഭയം സൈനികനെ വിഷമഘട്ടത്തിലാക്കി. അപ്പോഴാണ് സുരക്ഷിതമായി സ്വർണം പുറത്തെത്തിക്കാനുള്ള ഒരു പ്ലാൻ ബിയെ കുറിച്ച് അവർ ഒന്നിച്ചു ചിന്തിക്കുന്നത്. പ്ലാൻ ബി ഇങ്ങനെയാണ്: രാഷ്ട്രീയക്കാരനായ മകന്റെ സ്വാധീനം ഉപയോഗിച്ച് പൂന്തോട്ടം മോടി പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുറെ ചെടികൾ പറിച്ചു മാറ്റുന്നു, ഒപ്പം ഈന്തപ്പനയും. പുറത്തുവരുന്ന സ്വർണം കൈക്കലാക്കി ശിഷ്ടകാലം സുഖമായി കഴിയുന്നു. പക്ഷേ അവരെ ഞെട്ടിച്ചുകൊണ്ട് ഈന്തപ്പന അടയാളമായി നിന്ന ഭൂമിക്ക് താഴെ മണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്വർണ്ണക്കട്ടി പോലും അവർക്ക് ലഭിച്ചില്ല. മറ്റാരുടെയോ പ്ലാൻ എക്ക് അനുസരിച്ച് സ്വർണം മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന സത്യത്തിന് മുമ്പിൽ അച്ഛനും മകനും തകർന്നുപോയി. പിന്നെ സ്വർണം അന്വേഷിച്ചുള്ള യാത്രകളും സംഘട്ടനങ്ങളും കൊലപാതകങ്ങളും ഒക്കെ കുത്തിനിറച്ച് സ്ഥിരം കൊറിയൻ സീരിയലുകളുടെ നിലവാരത്തിൽ കഥാഗതി നീങ്ങുകയാണ്. സീരിയൽ അവിടെ നിൽക്കട്ടെ. ബാലഗോപാലൻ സഖാവ് പ്ലാൻ ബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ സീരിയൽ ഓർമ്മ വന്നു എന്ന് മാത്രം. സ്വർണ്ണക്കടത്ത് മുഖ്യ കഥാകേന്ദ്രമായതുകൊണ്ട് തന്നെ ബാലഗോപാലിന്റെ പ്ലാൻ ബിക്ക് ഈ കൊറിയൻ സീരിയലുമായി ചില സാദൃശ്യങ്ങൾ തോന്നുന്നുണ്ട്. ഇനി ഈ സീരിയലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണോ ബാലഗോപാലൻ സഖാവ് പ്ലാൻ ബി എന്ന ആശയത്തിലേക്ക് എത്തിയത് എന്നും അറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രൈവറ്റൈസേഷൻ്റെ കാര്യം തന്നെയാണ്. പ്ലാൻ ബി എന്ന് പറയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഒരു 3 ലക്ഷം കോടി രൂപയുടെ ഒരു പ്രോജക്ട്സ് ഇവിടെ വരും എന്നൊരു കോൺഫിഡൻസോടെ പറയാൻ ആർക്കും ഒക്കില്ല. പക്ഷേ ഇതൊരു പ്രൈവറ്റൈസേഷൻ്റെ കാര്യം പറയുമ്പോൾ 2 കാര്യങ്ങളാണ്. നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ് ഈ ബഡ്ജറ്റ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ 2 കാര്യങ്ങൾ പറയും. ഒന്ന്, അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ്, ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് കറക്റ്റാണോ. അപ്പോൾ ആ ഫണ്ടമെൻ്റൽസ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ അതിൽ നിക്ഷേപിക്കാറില്ല. അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക ഫണ്ടമെൻ്റൽസ് കറക്റ്റാണോ എന്ന് ഏത് നിക്ഷേപകനും നോക്കും. അപ്പോൾ അത് കറക്റ്റ് അല്ല എന്ന് നമ്മുടെ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം വിളിച്ച് കൂടെ പറയുകയാണ്. രണ്ടാമതുള്ളത് സെൻറ്റിമെൻറ്റ്സ്. അതായത് ഇവിടെ ഒരു ധൂർത്തടിക്കുന്നു, ഈ പറയുന്ന 35 ലക്ഷം രൂപ എഴുതിയെടുക്കുന്നു. അപ്പോൾ ഇതിലൊരു റോങ് നെറേറ്റീവാണ്. ആ സെൻറ്റിമെൻറ്റ്, അതായത് ഇങ്ങനെയുള്ള ഒരു ഭരണത്തിലാണോ നമ്മൾ ചെന്ന് തലവെച്ച് കൊടുക്കേണ്ടത് എന്ന് ഇൻവെസ്റ്റേഴ്സിന് തോന്നാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു മാറ്റമുണ്ടായാൽ മാത്രമേ ഈ 3 ലക്ഷം കോടിയുടെ പ്ലാൻ ബി നടക്കുകയുള്ളൂ. നമ്മുടെ വികസനത്തിൻ്റെ കണക്കുകളാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥ ചിഹ്നമെങ്കിൽ ഈ ഗവൺമെൻറ് ഫെയിൽ ചെയ്തിരിക്കുകയാണ്. വികസന ഫണ്ട് ചെലവഴിക്കാനോ ആ വികസന ഫണ്ട് ഔട്ട്ലേ ചെയ്യാനോ അല്ലെങ്കിൽ അടങ്കലായി വയ്ക്കാനോ ഈ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. പ്രധാനപ്പെട്ട വകുപ്പുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അഗ്രികൾച്ചർ, അതേപോലെ തന്നെ ഇൻഡസ്ട്രി, അവരൊക്കെ 65%, 50%, റൂറൽ ഡെവലപ്മെൻറ്റ് 52% എന്ന് പറഞ്ഞ 600-700 കോടി രൂപ ഈ വെച്ച വികസന പദ്ധതി തന്നെ നടപ്പാക്കാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ എന്തിനാണ് മന്ത്രിസഭ? ഇപ്പം മുഖ്യമന്ത്രി ലോകം മുഴുവൻ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, കേരളം മുഴുവൻ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ചുറ്റലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നല്ല കാര്യം. പക്ഷേ അദ്ദേഹത്തെ ചുറ്റാതെ അവിടെ തന്നെ ഇരുന്ന് ഈ മന്ത്രിമാരോട് കൃത്യമായി ജോലി ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ ശുഷ്കമായ ഈ പ്ലാനെങ്കിലും നടപ്പാകുമായിരുന്നു. ഇപ്പം അത്ര നടപ്പായത് 26,000 കോടി മാത്രം നടപ്പായത്. അതിൽ തന്നെ 8,000 കോടി ചില നടപ്പാക്കിയത് പഞ്ചായത്തുകളാണ്. അവർക്ക് കൂട്ടിക്കൊടുത്തില്ല, കൊടുത്തത് അവർ നടപ്പാക്കി. അപ്പോൾ കൊടുത്തതുപോലും നടപ്പാക്കുന്നില്ല. പ്ലാൻ ബി എന്ന കൊറിയൻ സീരിയലിലേക്ക് തന്നെ തിരിച്ചു വരാം. സ്വർണം നഷ്ടപ്പെട്ട അവസ്ഥയിൽ അച്ഛനും മകനും തമ്മിൽ നടത്തുന്ന സംഭാഷണം രസകരമാണ്. അച്ഛൻ ചോദിക്കുന്നു, എങ്ങനെയാകും ആ സ്വർണ്ണക്കട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക? മകൻ മറുപടി പറയുന്നു, നമ്മുടെ പ്ലാൻ ബി നടപ്പിൽ വരുത്തുന്നതിന് മുമ്പേ അതിബുദ്ധിമാനായ മറ്റൊരാൾ അയാളുടെ പ്ലാൻ എ നടപ്പിലാക്കിയിട്ടുണ്ടാവും. പെട്ടെന്ന് കഥ ഫ്ലാഷ് ബാക്കിലേക്ക് നീങ്ങുകയാണ്. കഥയിൽ ഇതുവരെ പരാമർശിക്കാത്ത ഒരു പൂന്തോട്ട കാവൽക്കാരൻ കഥയിലേക്ക് കടന്നു വരികയാണ്. അയാൾ പൂന്തോട്ടത്തിലെ ഈന്തപ്പനയ്ക്കരികിലെത്തുന്നു. അപൂർവ ജനുസിൽപ്പെട്ട ആ ഈന്തപ്പന അയാളെ അത്ഭുതപ്പെടുത്തുന്നു. അതിൽ പൂവ് വന്നിരിക്കുന്നത് കർഷകന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. പൂവിടാൻ പ്രായമായിട്ടില്ലാത്ത ഈന്തപ്പനയുടെ അടിഭാഗത്തെ വേരുകളിൽ ആരെങ്കിലും രാസമിശ്രിതങ്ങൾ കുത്തിവെച്ചിട്ടുണ്ടോ എന്നറിയാൻ അയാൾ ഈന്തപ്പനയുടെ ചുവട് കുഴിച്ചു നോക്കുന്നു.
അയാളുടെ മുന്നിലേക്ക് സ്വർണ്ണക്കട്ടികളുടെ ഒരു കൂമ്പാരം പ്രത്യക്ഷപ്പെടുകയാണ്. ഫ്ലാഷ് ബാക്ക് അവസാനിക്കുന്നു. അജ്ഞാതനായ ആരുടെയോ കയ്യിൽ തൻ്റെ സ്വർണം എത്തിച്ചേർന്ന വേദനയിൽ അച്ഛൻ മകനോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. തോൽക്കും എന്ന് ഉറപ്പുള്ളവൻ മാത്രമേ പ്ലാൻ ബിയെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ജയിക്കാൻ തയ്യാറായവന് മുമ്പിൽ എപ്പോഴും പ്ലാൻ എ മാത്രമേ ഉണ്ടാകൂ. ആ പ്ലാനിൽ അവൻ വിജയിച്ചിരിക്കും. ഈന്തപ്പനകൾ സമൃദ്ധമായി വളരുന്ന ഒരു കൃഷിയിടത്തിൽ കയ്യിൽ ബിയർ മഗ്ഗുമായി മൂളിപ്പാട്ടും പാടിയിരിക്കുന്ന കർഷകനിലാണ് ചിത്രം അവസാനിക്കുന്നത്. സ്വർണശേഖരം സ്വന്തമായപ്പോൾ പോലും അയാൾ ഈന്തപ്പനകളെ മറന്നില്ല. താൻ ഒരു കർഷകനാണെന്ന കാര്യവും മറന്നില്ല. അയാളുടെ പ്ലാൻ എ തന്നെ വിജയിച്ചിരിക്കുന്നു. അപ്പോഴും പ്ലാൻ ബി മാത്രം ചിന്തിക്കുന്ന അച്ഛനും മകനും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി യാത്രയാവുകയാണ്. അച്ഛൻ മകൻ കഥാപാത്രങ്ങളെ അമ്മാവൻ മരുമകൻ കഥാപാത്രങ്ങളായി സങ്കല്പിച്ച് ഈ കഥയെ സമീപിച്ചാൽ നമുക്ക് ഈ കഥ അല്പം കൂടി ആസ്വാദ്യകരമായി തോന്നിയേക്കാം. ചതി, വഞ്ചന, അധികാരം, രാഷ്ട്രീയം, സ്വർണ്ണക്കടത്ത് തുടങ്ങി നമുക്ക് പരിചിതമായ ഒരുപാട് മേഖലയിലൂടെ കഥ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ അന്യഥാബോധം നമ്മൾ പ്രേക്ഷകർക്ക് ഉണ്ടാവുകയില്ല. ഒരു കലയെ ആസ്വദിക്കാൻ ആ കഥാപശ്ചാത്തലം പരിചിത മേഖലകളിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നത് ആസ്വാദനത്തിന് ഗുണകരമായിരിക്കും എന്ന് തോന്നുന്നു. ആസ്വാദനത്തിലും വേണമല്ലോ ഒരു പ്ലാൻ ബി. ജനം സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച. നമസ്തേ.